ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിങ്ങനെ റെഡി ആയിട്ട് എടി പോകുന്നതല്ല കേട്ടോ, വെറുതെ ഒന്ന് ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റെഡി ആയിരുന്നേ ഇല്ലൂ. വീട്ടിലെന്തായാലും സിമ്പിളായിട്ട് തന്നെയാണ് ഉണ്ടാവല്. ഇതുണ്ടല്ലോ നമുക്ക് നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തു നിന്ന് തന്നെ കിട്ടിയ ഒരു തത്തയാണേ. പ്രതീക്ഷിക്കാണ്ട് നമ്മളടുത്തേക്ക് വന്ന് പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് പോകുന്നേ ഇല്ല. നമ്മളെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെ ഒരു ദിവസം ഫുള്ളായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളതിനെ പിടിച്ചെന്നൊന്നും പറയാൻ കഴിയില്ല, നമ്മളടുത്തേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളതിനെ കൂട്ടിലാക്കി നല്ലൊരു കൂടൊക്കെ വാങ്ങി സെറ്റാക്കി കൊടുത്തിന് കേട്ടോ. ആൾ നല്ലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വർത്താനം പറയുന്ന പോലെ സൗണ്ടൊക്കെ ഉണ്ടാക്കും. എനിക്കൊന്ന് ഇത് എവിടെയോ വളർത്തിയതായിട്ടാണ്, അവിടെ നിന്ന് ഇളകിപ്പോയതാണെന്നോ ഒന്നും അറിയില്ല. ആരും ഇതുവരെ അതിനെ ചോദിച്ചിട്ടൊന്നും വന്നിട്ടില്ല. നമ്മളടുത്തുള്ള വീട്ടിലൊക്കെ അത് പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളതിനൊരു കൂടൊക്കെ വാങ്ങി വീട്ടിൽ ആക്കിയിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്മൂത്തിയാണ്. പഴം പുഴുങ്ങിയതും നട്ട്സും ഈത്തപ്പഴവും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. നല്ലതാണ് കേട്ടോ, ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് അതാക്കി കൊടുത്താൽ മതി രാവിലെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ നാസ്ത എന്ന് പറയുന്നത് പുട്ടും പഞ്ചസാരയും പുഴുങ്ങിയ പഴവുമാണ്. പൂവൻ ഇല്ലെങ്കിൽ ഇതേപോലെ പുഴുങ്ങിയ പഴം ഉണ്ടെങ്കിലും പുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എൻ്റെ മോൾക്ക് പിന്നെ പഞ്ചസാര മാത്രമേ പറ്റൂ. പിന്നെ ഇപ്പോൾ വെക്കേഷനാണല്ലോ, അതുപോലെ തന്നെ ഭയങ്കരമായ ചൂടും അല്ലേ. പുറത്തൊക്കെ കുട്ടികൾ കളിക്കാൻ പോകാമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കിപ്പോൾ പേടിയാണ്. ന്യൂസിലൊക്കെ അതുപോലെയുള്ളതാണ് ഇപ്പം കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇൻഡോർ ഗെയിംസും ഇതേപോലെ ഇൻഡോർ ആയിട്ടിങ്ങനെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസും ഒക്കെ കൊടുത്ത് നമുക്ക് അവരെ വീട്ടിൽ തന്നെ ഇരുത്താം. അതേ ഇപ്പം വഴിയുള്ളൂ. അല്ലാണ്ട് ഇപ്പം ഈ ചൂടിന് നമുക്ക് അവരെ പുറത്ത് വയ്ക്കുന്നത് ഭയങ്കര റിസ്ക്കാണ്. അങ്ങനത്തെ ചൂടാണ് നാട്ടിൽ. അപ്പം ഇത് ഉപ്പാപ്പയും ഉമ്മാമയും പുതുതായിട്ട് വാങ്ങിച്ചു കൊടുത്ത കളറിങ് ബുക്കാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ കാർട്ടൂൺസിൻ്റെത് ഒക്കെ കിട്ടിയത് കുറവായതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിന്. അപ്പോൾ ഫുൾ ടൈം ഇപ്പോൾ ഇതിലാണ് ഓളെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ അന്നേയും വിളിക്കും കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും കുറച്ച് സമയം ഇരിക്കും കേട്ടോ ഒന്നിച്ച്. ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓളൊന്നിച്ച് കളിക്കുന്നത്, ഓളൊന്നിച്ച് ഇതേപോലെ കളർ ചെയ്യാനിരിക്കുന്നത്, ഡാൻസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒക്കെ മാത്രമല്ല എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഉമ്മമാർ കുട്ടികളുടെ ഇതേപോലെ അവരെ ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പം അവൾക്ക് എന്തെല്ലോ പറയാനുണ്ട്. അതിൻ്റെ ഇടയിൽ ഓളെ കളർ ചെയ്യുന്നതെല്ലാം കാണിക്കാൻ പറയുന്നുണ്ട്. പിന്നെ നമുക്കായാലും പണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്ത കാര്യങ്ങളാണല്ലോ ഇതല്ലോ. അതുകൊണ്ട് ഇപ്പോഴും ഇഷ്ടമാണ് പോയിട്ടൊന്നുമില്ല. ഇവർ ചെയ്യുമ്പോൾ ഞാനും നോക്കി നിൽക്കലുണ്ട്. പിന്നെ എൻ്റെ ചെറിയ മോള് ഉറങ്ങിയാൽ മാത്രമേ എനിക്ക് ഇങ്ങനത്തൊക്കെ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇതൊന്നും ഇഷ്ടമല്ല എന്നല്ല, ഇതൊക്കെ കാണുമ്പോൾ എല്ലാം വലിച്ചെറിയും, ക്രയോൺസൊക്കെ എടുത്ത് വായിലിടും. അതുകൊണ്ട് ഓൾ ഉറങ്ങുമ്പോൾ ഞാനിതിനൊക്കെ ഇവളൊന്നിച്ച് നിൽക്കാറുള്ളൂ. അങ്ങനെ മോളൊന്നിച്ച് അങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത്. പിന്നെ ഇതാ പഴുത്ത ചക്കയുണ്ട്. നല്ല ചൂടാണെങ്കിലും പഴുത്ത ചക്കയും പഴുത്ത മാങ്ങയും ഒരുപാട് കിട്ടുന്ന മാസമാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുവളപ്പിൽ തന്നെ ഉള്ള ചക്കയാണ്. നല്ല മധുരമുള്ള വരിക്ക ചക്കയാണ് കേട്ടോ. ഈ ഒരു ക്ലൈമറ്റ് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഈ ഒരു ക്ലൈമറ്റിൽ കിട്ടുന്ന ഈ പഴുത്ത ചക്കയും മാങ്ങ എന്തായാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് വരിക്കച്ചക്ക പറയണ്ടല്ലോ, അത്രക്കും മധുരമുണ്ട്. പിന്നെ ഇതാ നമ്മൾ ഉച്ചയ്ക്ക് എൻ്റെ മൂത്തുമ്മാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. നമ്മൾ കസിൻസ് എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ. എൻ്റെ ഉപ്പാൻ്റെ ഫാമിലീസ് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള കസിൻസാണ് കൂടുതൽ. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അവർ 2-3 ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നേ, കാസർഗോഡ്. അപ്പോൾ എൻ്റെ ഒന്നിച്ച് 2-3 ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ മുത്തുമ്മാൻ്റെ വീട്ടിൽ നല്ല സദ്യ ഉണ്ടാക്കിന് കേട്ടോ. എന്താ പറയുക, എല്ലാവരും ഒറ്റയ്ക്ക് റെഡിയാക്കിയതാണ്, വേറെ ആരും ഹെൽപ്പിനൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ പോകുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഈ സമയത്തുണ്ടല്ലോ നമ്മളൊന്നിച്ചുള്ള ഒരുപാട് ആൾക്കാരെ മിസ് ചെയ്യുന്നുണ്ട്. ഇനിയും കുറേ ആൾക്കാർ നമ്മളൊന്നിച്ച് ഉണ്ടായിട്ടില്ല. അന്നേരം കുറേ ആൾക്കാർ ഗൾഫിലുണ്ട്, പിന്നെ അതിനങ്ങാട്ടി ലോങ് ആയിട്ടുള്ളവരുണ്ട്. പിന്നെ ഇതാ നല്ല പാൽപ്പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ പറയുക, കുറേ ആയി ഇങ്ങനത്തെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സദ്യ കഴിച്ചിട്ട്. കഴിഞ്ഞ കൊല്ലം അതിന് മുന്നാറ്റുള്ള ഓണത്തിനാറ്റാൻ തോന്നുന്നു ഞാൻ സദ്യ കഴിച്ചേ. അപ്പോൾ ഇതാ ഓരോന്നായിട്ട് വിളമ്പുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ റീലെടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കുന്നുണ്ട്. എന്താ പറയുക, സൂപ്പറായി കേട്ടോ. കുറേ കാലത്തിന് ശേഷം കഴിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സദ്യ കഴിച്ച്. പിന്നെ എന്താ പറയുക, പായസം അടിപൊളിയായിരുന്നു, പിന്നെ രസം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഉള്ള ഒരു സദ്യയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാനിരുന്നിട്ടുണ്ട്.
നമ്മൾ മുസ്ലിംസിൽ പൊതുവെ എല്ലാ വെറൈറ്റീസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ, ഈ സദ്യയുള്ള ഐറ്റംസ്, ഇത് നമുക്ക് അത്ര ഐഡിയ ഇല്ലാത്തൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര കാര്യം തന്നെയായിരിക്കും. രസം, പച്ചടി, കിച്ചടി, പിന്നെ ഓലൻ, അങ്ങനെ എന്തെല്ലാം ഉണ്ടല്ലോ. അപ്പം എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ട് സദ്യ കഴിച്ച് പിന്നെ ഇതാ വൈകുന്നേരം വീട്ടിലേക്ക് വന്ന് പപ്സും ചായ ഉണ്ടായിരുന്നേ, അതും കഴിച്ച്. ഈ പപ്സ് എൻ്റെ ചാനലിൽ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതും ചായയാണ് വൈകുന്നേരം ഉണ്ടായിട്ടുണ്ടായേ. പിന്നിതാ പിറ്റേ ദിവസം വേറൊരു മുത്തുമാൻ്റെ വീട്ടിലേക്ക് നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ആടത്തേക്ക് റെഡി ആയിട്ട് പോകലാന്നേ. ആടത്തേക്ക് പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ കസിൻസ് എല്ലാവരും ഉണ്ട്. അന്നേരം 2-3 ആൾക്കാരില്ല, 2-3 ആൾക്കാർ തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആടത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ചുള്ളതുകൊണ്ട് തന്നെ ഓരോ ദിവസം ഓരോ വീട്ടിൽ തന്നെയാണ് ഉണ്ടായത്. പിന്നെ ഇതാണ് ബാസിൽ, ഇത് നിഹാല. ഇവർ രണ്ടാളെയും കാര്യമായിട്ട് കാണിക്കാൻ പറഞ്ഞിനെ. ഇത് ആദിൽ. അപ്പോൾ ഇവളിങ്ങനെ മുഖം കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെന്തായാലും വീഡിയോയിൽ കാണിക്കണമെന്ന് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതാ ആടെ മൂത്തുമ്മാൻ്റെ അടുത്ത് ഇതാ നല്ല ചിക്കൻ ഫ്രൈയും നല്ല ചിക്കൻ ബിരിയാണിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എല്ലാവരും ഒന്നിച്ച് അവിടെ പോയി ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ പുറത്തേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നേ. കാസർഗോഡുള്ളവർക്കെല്ലാം കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ പോയി അവിടുത്തെ സ്പെഷ്യലൊക്കെ ഒന്ന് കഴിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണിയും ഫ്രൈയും, പിന്നെ എല്ലാവരും ഒന്നിച്ചുണ്ടാകുമ്പോൾ വേറെ തന്നെ ഒരു വൈബും. അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും ഒന്നിച്ച് നേരെ പയ്യാമ്പലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നേ. അവിടെ നല്ല ക്ലൈമറ്റാണ്. ഈ ചൂടിന് ഈ കടൽ സൈഡ് നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു അവിടെയും ചൂടായിരിക്കുമെന്ന്, പക്ഷെ അവിടെ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ എത്തിയപാട് തന്നെ ഐസ്ക്രീം വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നേ. എല്ലാവരും ഓരോരോ ഫ്ലേവർ പറഞ്ഞ് കണ്ടില്ലേ, ഇതാ കളർഫുള്ളായിട്ടുണ്ടായിരുന്നേ. പിന്നെ നേരെ പോയത് പയ്യാമ്പലം കച്ചിൽ ആ ഒരു ഷോപ്പില്ലേ, അവിടെ പോയി ലൊട്ടക്കച്ചും പൈനാപ്പിൾ കച്ചും എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഇരുന്ന് കഴിച്ച് ഈ സമയത്തൊക്കെ കുറേ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളൊരേ മെയിൻ സെറ്റുള്ളവരില്ലേ, ഏതെങ്കിലും 2-3 ആൾ ഇല്ലാണ്ട് നിൽക്കുമ്പോൾ അത് ഭയങ്കര ഒരു മിസ്സാവൽ തന്നെയാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇല്ലവരൊക്കെ ആയിട്ട് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഇതാ കോണില്ലേ അതും വാങ്ങിയിട്ടുണ്ട്, വേവിച്ചത്. മെയിനായിട്ട് അവിടെ പോയിട്ട് ഇതന്നെയായിരുന്നു പരിപാടി, ഫുഡ് കഴിക്കൽ. എൻ്റെ ഈ വ്ളോഗിൽ മെയിനായിട്ട് ഫുള്ള് ഫുഡ് തന്നെയാണെന്ന് തോന്നുന്നത്. ഇത്രത്തോളം എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. കുറേ ഫുഡ് ഐറ്റംസ് കാണിച്ചിട്ടുള്ള വീഡിയോ വന്നിട്ട് ഇത് 2 ദിവസത്തെയാണ്, ഒരു ദിവസത്തെയല്ല. എന്നാലും കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അവിടെ നടന്നു, നല്ല കാറ്റൊക്കെ കൊണ്ടിരുന്ന് പിന്നെ നേരെ സൈലബാലിലേക്കാണ് പോയിട്ടുണ്ടായത്. അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട 2 ഐറ്റംസ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അവിടെ വേറെയും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അങ്ങനെ 2 ഐറ്റംസ് വാങ്ങി എന്നിട്ട് നമ്മളെല്ലാവരും കൂടി കഴിച്ചേ. ഈ മാംഗോൻ്റെത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ എല്ലാവരും കൂടി കഴിച്ച്. ഇതൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാർ കൂടി കഴിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. ഒറ്റ കഴിക്കുമ്പോൾ ഇത്ര എന്തായാലും നമുക്ക് കഴിക്കാനും പറ്റില്ല. അങ്ങനെ ഇതാ മറ്റേ ഷുഗർ കോണിൻ്റെ ജ്യൂസില്ലേ ഫ്ലേവറായിട്ട് വരുന്നത്, അത് മിൻറ്റിൻ്റെയും ഒരു മാംഗോൻ്റെയും, അങ്ങനെ 2 ജ്യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതാ കണ്ണൂർ വന്നിട്ട് എങ്ങനെയാണ് കണ്ണൂർ കോക്ടെയിൽ കുടിക്കാണ്ടിരിക്കുക അല്ലേ, അങ്ങനെ അതും കൂടി അവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. നല്ലൊരു കണ്ണൂർ കോക്ടെയിലും കൂടി കുടിച്ചു. പിന്നെ നേരെ തിരിച്ച് മൂത്തുമാൻ്റെ വീട്ടിലേക്ക് തന്നെ പോയി. അവിടെ രാത്രിയും നമുക്ക് ഫുഡ് ആക്കിയിട്ടുണ്ടായിരുന്നേ. നല്ല ബട്ടൂരിയും നെയ്പത്തിലും കുക്കർ ചിക്കനില്ലേ മസാലയൊക്കെ ആക്കിയിട്ടില്ലേ, അതും ആണ് ആക്കിയിട്ടുണ്ടായി. പിന്നെ കറിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെയാണ് അകത്താക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു, ഫുള്ളായിരുന്നു വയറ്. എന്നാലും മൂത്തുമ്മ സ്നേഹത്തോടാക്കി തന്നല്ലേ, നമ്മൾ ഇഷ്ടത്തോടെ കുറച്ച് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ. ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എൻ്റെ കസിൻസായിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സും അവരൊന്നിച്ച് പോയതും അങ്ങനെയുള്ള മൊമെൻറ്റ്സൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബായ്.